മാലിന്യ നീക്കത്തിൽ റെയിൽവേക്കെതിരെ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ. റെയിൽവേ 10 ലോഡ് മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ചുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. പോലീസ് സഹായത്തോടെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നും മേയർ വ്യക്തമാക്കുകയാണ്. നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുബോധമുണ്ടാക്കണം എന്ന് ആമഴഞ്ചൻ തോടിൻ്റെ ആ വിഷയത്തിൽ തന്നെ നമ്മളെല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന അതേ സമയത്താണ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്കൊരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ്. അത് പരിഹരിക്കാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം എന്നതാണ് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ വകുപ്പിൽ നിന്നും ആലോചിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയിട്ടുണ്ട്. സലിം മാലിക് ആ വാർത്തയിൽ ഒരു ചേരുന്നു. സലിം, 10 ലോഡ് മാലിന്യം എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് എമൗണ്ട് ആണ്. അത് എന്താണ് അങ്ങനെ കൊണ്ട് തട്ടാനിടയായ പശ്ചാത്തലം എന്താണ് മേയർ പറയുന്നത്? ഹാഷ്മി, ആമയിഴഞ്ചാൻ തൊട്ടിൽ ജോയി എന്ന തൊഴിലാളി വീണതിന് ശേഷം തുടങ്ങിയതാണ് നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള ഈ പോര്. അത് ഈ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വലിയ വാക്കുതർക്കങ്ങളിലേക്കൊക്കെ പോകുന്നതും നമ്മൾ അന്ന് കണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഈ ആമയിഴഞ്ചാൻ തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ റെയിൽവേയുടെ മാലിന്യങ്ങൾ നീക്കി നൽകണം എന്ന നഗരസഭ ഒരു നോട്ടീസ് നൽകിയിരുന്നതാണ്. അതിന് റെയിൽവേ അനുകൂലമായിട്ടായിരുന്നില്ല പ്രതികരിച്ചത്. പിന്നീട് നഗരസഭയുടെ തന്നെ സ്വന്തം നിലയിലാണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു ഭാഗം ശുചീകരിച്ചത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ഗുരുതരമായൊരു ആരോപണവുമായി നഗരസഭ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഈ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് 10 ലോഡ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. അത് റെയിൽവേയുടെ തന്നെ മാലിന്യങ്ങൾ. റെയിൽവേയുടെ കരാറെടുത്ത ജീവനക്കാർ ആ മാലിന്യങ്ങൾ അവിടേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്നുള്ളതാണ് നഗരസഭയുടെ ആരോപണം. ആ ആരോപണത്തിൻ്റെയും ആ പരാതിയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് 2 ലോറികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വേസ്റ്റ് നിക്ഷേപിച്ച് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നോട്ടീസിന് റെയിൽവേ മറുപടി പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ആരോപിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ നഗരസഭയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഒന്നിച്ചു നീങ്ങണമെന്നും ഈ നഗരത്തിലെ മാലിന്യങ്ങളുടെ പ്രധാനമായ പങ്ക് വഹിക്കുന്നത് അത് റെയിൽവേ മാലിന്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് നഗരസഭയും റെയിൽവേയും കൈകോർത്തുകൊണ്ടുള്ള നീക്കം നടത്തണമെന്നും അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനും അനുകൂലമായിരുന്നില്ല പ്രതികരണം എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. അതിന് പിന്നാലെ കുറച്ചു കാലം വലിയ പ്രശ്നങ്ങളില്ലാതെ പോയെങ്കിൽ വീണ്ടും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ ഇത് ആവർത്തിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടിയാണ് ഇനി അടുത്തതായി ചെയ്യുന്ന ഇത് എന്നാണ് നഗരസഭ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാർ, തദ്ദേശ വകുപ്പ്, പോലീസ് എന്നീ വിഭാഗങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് നിയമ നടപടിയും മറ്റ് നടപടികളുമായി ഇത് ഈ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും അതിനുശേഷം റെയിൽവേക്ക് നഗരസഭയുടെ അധികാരം ഉപയോഗിച്ചുള്ള നോട്ടീസ് നൽകുകയും ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തദ്ദേശ വകുപ്പിൽ നിന്നും നഗരസഭയ്ക്ക് ഇത് സംബന്ധിച്ച പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.